ഹായ് സ്റ്റുഡൻസ്, SSLC സോഷ്യൽ സയൻസിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ചാപ്റ്ററാണ് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ നമ്മുടെ സിലബസിൽ ഏതാണ്ട് ഒരു 5 വിപ്ലവങ്ങൾ അല്ലെങ്കിൽ 5 റവല്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഭയങ്കര കുറച്ച് എളുപ്പമുള്ളൊരു റവല്യൂഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. കുറച്ച് ഹിൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സ്ലോഗനാണ് ദാറ്റ് ഈസ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് രൂപേണയാണ് ഈ പറഞ്ഞ പോലെ 18th സെഞ്ച്വറികളിൽ അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ ആളുകളെല്ലാം ഒരുപോലെ പറഞ്ഞിരുന്നതാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഇത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബിക്കോസ് യൂറോപ്യൻസ് വന്നിട്ട് അമേരിക്കൻ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നു ഞങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, അതർവൈസ് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ടാക്സ് അടക്കില്ല എന്ന് ഒരു വ്യവസ്ഥ. കാരണം അനാവശ്യമായ ഒരുപാട് നികുതികൾ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻസ് അമേരിക്കൻസിൻ്റെ മേളിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷനിൽ ഞങ്ങൾക്കൊരു പാർട്ട് തരാതെ ഞങ്ങൾ എന്തില്ല, ടാക്സ് അടക്കില്ല എന്ന ഒരു നിബന്ധന. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 16th സെഞ്ച്വറി, ഒരു 16ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻസ് എവിടെ എത്തുന്നത്? കടൽ മാർഗേനൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എവിടെയാ, നോർത്ത് അമേരിക്കയിലാണ് എത്തുന്നത്. നോർത്ത് അമേരിക്കയിൽ എത്തുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു 18ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ അല്ലേ, ഏകദേശം ഒരുപാട് വർഷങ്ങളാവുന്നുണ്ട്. അപ്പോൾ 18ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും ഒരു 13 കോളനി ഉണ്ടാക്കുന്നുണ്ട്. ഒരു 13 കോളനി നോർത്ത് അമേരിക്കയിൽ അവരുണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ലൈക്ക് ജോർജിയ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 13 കോളനിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഒന്ന് ജസ്റ്റ് കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം ഒന്നും പഠിക്കണമെന്ന് പറയുന്നില്ല, ഒന്ന് എല്ലാം നോക്കി വെച്ചിരിക്കുക. ചെയ്ത് പോകുമ്പോൾ 2-3 മെൻഷൻ ചെയ്ത് വിടുക. ഓക്കെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മെർക്കൻറ്റലിസം ആൻഡ് മെർക്കൻറ്റലിസ്റ്റ് ലോ. 4 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേയിലൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ മെർക്കൻറ്റലിസ്റ്റ് ലോയും മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ പോലെ മെർക്കൻറ്റലിസം ആണ് അമേരിക്കയിൽ ഇത്രയും എജിറ്റേഷൻസ് ഉണ്ടാക്കാൻ റീസണായി തീർന്നതെന്ന്. വാട്ട് ഈസ് മെർക്കൻറ്റലിസം എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് എ സെൻറ്റർ ഫോർ കളക്ടിങ് ദെയർ പ്രൊഡക്റ്റ്. ബ്രിട്ടൻ അമേരിക്കൻ കോളനീസിനെ അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ്, അവരുടെ മദർലാൻഡ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ ഹെൽപ്പോട് കൂടി ഈ പറഞ്ഞ പോലെ അമേരിക്കൻ കോളനീസിനെ അവരുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് വിൽക്കാനുള്ളൊരു കേന്ദ്രമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിസീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെർക്കൻറ്റലിസം. ഈ ഒരു ബ്രിട്ടൻ്റെ പോളിസീനെയാണ് മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. The policy implemented by the British merchants with the help of their motherland in the American colonies known as mercantilism. ബ്രിട്ടൻ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. മെർക്കൻറ്റലിസം എന്ന് പറയുന്ന പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഷുവറായിട്ടും അതിൻ്റെ കറസ്പോണ്ടൻ്റായിട്ട് കുറച്ച് ലോസും അവർ ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ മെർക്കൻറ്റലിസ്റ്റ് ലോ. ഒരു 5 ലോകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഒന്ന്, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ബിൽട്ട് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. നമ്മുടെ കോളനിയിലേക്കുള്ള ഗുഡ്സും അല്ലെങ്കിൽ കോളനിയിൽ നിന്നുള്ള ഗുഡ്സും എന്തിൽ മാത്രമേ, ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമേ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഷിപ്പുകളിൽ മാത്രമേ ഗുഡ്സിനെ ക്യാരി ചെയ്യാവൂ. അതാണ് ഒന്നാമത്തെ പോളിസി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. നോക്ക്, ഈ പറഞ്ഞ നമ്മുടെ അമേരിക്കൻ കോളനീസിലുള്ള പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഷുഗറും ഊളും കോട്ടനും ടൊബാക്കോവും എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ യൂറോപ്യൻസ് സമ്മതിച്ചിരുന്നില്ല. The next law is British stamp must be affixed on all the legal documents, newspapers, pamphlets, license etc. എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ള ഏതെങ്കിലും അവരുടെ തന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സിലോ പാംപ്ലെറ്റ്സിനോ അല്ലെങ്കിൽ ലൈസൻസിലോ ആരുടെ നമ്മുടെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ തേർഡ് വൺ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റൈൻഡ് ഇൻ ദ കോളനീസ്. ഈ കോളനികളിലുള്ള ബ്രിട്ടീഷുകാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സും ഫുഡും നമ്മുടെ അമേരിക്കൻസ് തന്നെ എന്ത് ചെയ്യണം, നേറ്റീവ് അമേരിക്കൻസ് തന്നെ
അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ. അതുപോലെ തന്നെ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അല്ലേ, നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന, അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ അതായിട്ടുള്ള ഗ്ലാസ്, ടീ, പേപ്പറൊക്കെ അല്ലേ, അതിനൊക്കെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമ്മൾ യൂറോപ്യൻസിൻ്റെ അറൈവൽ പറഞ്ഞില്ലേ, യൂറോപ്യൻസ് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. നോർത്ത് അമേരിക്കയിലാണ്, ഓർക്കണം, നോർത്ത് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. കൊണ്ടുവന്നതാണ്, അവർ വന്നൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് മെർക്കൻറ്റലിസ്റ്റ് കുറച്ച് നിയമങ്ങൾ അവർ ഇറക്കി. അപ്പോൾ നോക്ക്, ഇത്രയും സപ്രസ്ഡ് അമേരിക്കൻ പീപ്പിൾസ് ഒരുപാട് സപ്രസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിനെതിരെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ കുറച്ച് തിങ്കേഴ്സ് അല്ലേ, ചില തത്വചിന്തകന്മാരുടെ അത് കുറച്ച് ഐഡിയോളജീസ് ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താണ്, ആ ഒരു അമേരിക്കൻ പീപ്പിൾസിന് ഒരു പൊട്ടൻഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി ഒരു പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് തിങ്കേഴ്സിനെ സാധിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേര് നമുക്ക്, അല്ലെങ്കിൽ 2 പേരും അവരുടെ ഐഡിയോളജീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, കാരണം എക്സാമിന് ചോദിക്കും. അപ്പോൾ 2 തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസും. ഒന്നാമത് ജോൺ ലോക്ക്, എവറി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് റൈറ്റ് ടു സസ്പെൻഡ് ദം. ഇത് പറഞ്ഞത് ജോൺ ലോക്ക്, ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, ചോദിക്കും. രണ്ടാമത്തെ തോമസ് പെയിന പറഞ്ഞ് ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ബി പെർഫെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഇത് അതുപോലെ തന്നെ തോമസ് പെയിൻ്റെ വേറൊരു കാര്യം നമുക്കിവിടെ പഠിക്കാനുണ്ട്. കുറച്ച് കോണ്ടിനെൻ്റൽ കോൺഗ്രസിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു കാര്യം മെൻഷൻ ചെയ്ത് പോവുക, അത് കോമൺ സെൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെയിം കോഡ്. അപ്പോൾ എന്തായാലും ഈ 2 കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോൺ ലോക്കിൻ്റെയും തോമസ് പെയിൻ്റെയും ഈ 2 ഐഡിയോളജീസ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ 2ഉം നോക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ കൺക്ലൂഷനിലോട്ട് അടുക്കാൻ പോവുകയാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് കോണ്ടിനെൻ്റൽ അസംബ്ലീസ്. നമുക്ക് നമ്മളിവിടെ 2 കോണ്ടിനെൻ്റൽ അസംബ്ലിയാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് 2 നമുക്ക് പഠിക്കാം. ആദ്യം ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിളാണ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 13 കോളനീസ് നമുക്കുണ്ട്, 13 കോളനീസ്. അതിൽ 12 കോളനിയിലുള്ള ഡെലിഗേറ്റ്സും എന്ന് വെച്ചാൽ പ്രതിനിധികൾ അല്ലേ, 12 കോളനിയിലുള്ള പ്രതിനിധികളും. പക്ഷേ ആര് വന്നില്ല, നമ്മുടെ ജിയോർജിയയിലുള്ള ഡെലിഗേറ്റ് വന്നില്ല. എവിടെ മീറ്റിംഗ് കൂടി, ഫിലാഡൽഫിയയിൽ 1774. ഈ ഒരൊറ്റ ഡേറ്റ് പഠിച്ച് വെച്ചിരുന്ന ബാക്കി നമുക്ക് 1 കൂട്ടി 2 കുറച്ച് 2 കൂട്ടിയൊക്കെ നമുക്ക് എടുക്കാം. സോ 1774 ഫിലാഡൽഫിയ എത്ര പേര് വന്നു, 12 കോളനിയിലുള്ള ഡെലിഗേറ്റ്സും വന്നു, ജോർജിയയിലുള്ള ആൾ വന്നിട്ടില്ല. ഇനി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ എയിം എന്താണ്, എഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട് അനാവശ്യമായിട്ട് വെച്ചിരുന്ന ഒരുപാട് റൂൾസും മെർക്കൻറ്റലിസ്റ്റ് ലോയും റൂളൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ പിന്നെ എന്താണ്, ഒരുപാട് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ടാക്സ്, അതൊക്കെ തന്നെയാണ് റൂൾസ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ്, ഈ പോളിസീനൊക്കെ എതിരായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഡിമാൻഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻ എൻഫോഴ്സ്ഡ് ഓൺ ദ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഇതുപോലെ കച്ചവടങ്ങളും അല്ലെങ്കിൽ ചില അവരുടെ കച്ചവട വ്യവസ്ഥകളിലല്ലേ, അതിലെല്ലാം അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഈ പറഞ്ഞ പോലെ ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് റെഗുലേഷൻസ് തരിക, അതും അവരുടെ ഒരു നീഡാണ്. അതേപോലെ തന്നെ നോട്ട് ടു ഇമ്പോർട്ട് ടാക്സ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് പീപ്പിൾ അല്ലേ, ജനങ്ങളുടെ സമ്മതമില്ലാതല്ലേ, ചുമ്മാ വെറുതെ ടാക്സ്. ഇവിടെ നിന്നെല്ലാം എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്കൊന്നും ടാക്സ് ഇല്ല, പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ടാക്സ്. ഇതെന്ത് കഷ്ടമാണല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യം, ഇതൊക്കെ തന്നെയാണ് അവരുടെ എയിം. നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് പീപ്പിൾ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ 3 പോയിൻ്റാണ് നമ്മൾ എയിമായിട്ട് അവിടെ എഴുതുന്നത്. ആസ് യൂഷ്വൽ എന്ത് ചെയ്തു, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കിങ് എവിടുത്തെ കിങ്ങാണ്, ഇംഗ്ലണ്ടിലെ കിങ്ങാണല്ലേ, ഇംഗ്ലണ്ടിൻ്റെ കിങ്ങിന് എന്ത് ചെയ്തു, ഒരു പെറ്റീഷൻ കൊടുത്തു അല്ലേ, ഇത്രയും കാര്യം ഇവരുടെ എയിമും ഒബ്ജക്റ്റീവ്സ് എല്ലാം പറഞ്ഞിട്ട് കിങ്ങിന് ഒരു പെറ്റീഷൻ കൊടുത്തു. ഒബ്വിയസ്ലി എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും അല്ലേ. ആ കിങ് എന്ത് ചെയ്തു, തിരിച്ചെന്ത് ചെയ്തു, ഒരു മിലിറ്ററി ഫോഴ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആരെ സപ്രസ് ചെയ്യാൻ, ഈ അജിറ്റേഷൻ കാണിക്കുന്നവരെല്ലാം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിലിറ്ററി ഫോഴ്സിനെ പറഞ്ഞു വിട്ടു. എന്തുപറ്റി, സ്വാഭാവികമായിട്ടും ജനങ്ങൾ തോറ്റു, ഇംഗ്ലണ്ട് ജയിച്ചു. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വാസ് എൻ അട്ടർ ഫെയിലിയർ അല്ലേ, ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. സംഭവം കഴിഞ്ഞു. അപ്പോൾ 1774 ഫിലാഡൽഫിയയിലാണ് നടന്നത് സംഭവം. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് നമുക്കറിയാം ഫസ്റ്റ് എപ്പോഴായിരുന്നു, 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നെക്സ്റ്റ് ഇയർ, തൊട്ടടുത്ത വർഷം തന്നെയാണ് 1775 സെയിം ഡെസ്റ്റിനേഷൻ, ഇവിടെ തന്നെയാണ്, ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ,
അപ്പോൾ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നു. ജനങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നറിയാമോ? ജോർജ് വാഷിങ്ടൺ, ഈ പേര് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജോർജ് വാഷിങ്ടണിനെ എന്താക്കി? ജനങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ആർമിയുടെ ഒരു കോണ്ടിനെൻ്റൽ ഒരു ആർമി അവർ ഉണ്ടാക്കി, ജനങ്ങൾ, അമേരിക്കൻ പീപ്പിൾസ് എല്ലാം കൂടി, നോർത്ത് അമേരിക്കൻ പീപ്പിൾസ്. എന്നിട്ട് എന്ത് ചെയ്തു? കമാൻഡർ ഇൻ ചീഫാക്കി മാറ്റി. ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫാക്കി മാറ്റി. നെക്സ്റ്റ് നോക്ക്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് പോയ കോമൺ സെൻസ് എന്ന് പറയുന്നത്, കോമൺ സെൻസ്, തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംലെറ്റ്. ഇതിൽ മെൻഷൻ ചെയ്യുന്ന വേറെ ഒന്നുമില്ല. ഇതൊരു അവസരമാണ്. എന്തിൻ്റെ അവസരം? ബ്രിട്ടൻ അമേരിക്കൻ പീപ്പിൾസിന് നേരെ ഭേദിച്ച് വെച്ചിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ളൊരു അവസരം അല്ലേ ആയിരുന്നു ഈ പറഞ്ഞ പോലെ കോമൺ സെൻസ്. ടു ദ നെക്സ്റ്റ് ഇയർ തന്നെ അല്ലേ, 4th July 1776, 1776 നമ്മുടെ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഒക്കെ ഈ പറഞ്ഞ പോലെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, സ്വതന്ത്രരായി എന്നൊക്കെ പറയാൻ ഡിക്ലെയർ ചെയ്തു അല്ലേ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വാർ വീണ്ടും തുടങ്ങും. വാർ തുടങ്ങി. അത് പക്ഷെ അവസാനിച്ചത് 1781 1781. അപ്പം 1776 സ്റ്റാർട്ട് ചെയ്ത വാർ എപ്പോഴാണ് അവസാനിച്ചത്? 1781 അവസാനിച്ചത്. ഇനി നമുക്ക് നോക്കാം ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ വാർ അല്ലേ. അമേരിക്കൻ വാർ നടന്നത് കാരണം എന്തൊക്കെ ഇൻഫ്ലുവൻസ്, എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റി മറ്റുള്ള വാർസിനെയൊക്കെ, മറ്റുള്ള ഇനിയുണ്ടായ യുദ്ധങ്ങളില്ലേ, ഇനിയല്ലേ അങ്ങോട്ട് യുദ്ധങ്ങൾ, അപ്പോൾ അതിനൊക്കെ എങ്ങനെ സ്വാധീനിച്ചു നമുക്ക് നോക്കാം. ഒരു 4 പോയിൻറ്റേ ഉള്ളൂ. ആദ്യത്തെ പോയിന്റ്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് അല്ലേ. ഭാവിയിൽ അങ്ങോട്ടുണ്ടായ ഇതേപോലുള്ള ഫ്രീഡം സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ. കാരണം ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ആ കോളനീസിനൊക്കെ ഇതൊരു മോട്ടിവേഷനായി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ വിചാരിച്ചാലും ഇവർ തുരത്തി ഓടിക്കാൻ പറ്റും അല്ലേ, അതന്നെ കാര്യം. സോ ദാറ്റ്സ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. വാട്ട് ഈസ് എന്താണ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്? ഒന്നുമില്ല മക്കളെ, ഇത്രയേ ഉള്ളൂ. പീപ്പിൾ ഹാവ് ദ സുപ്രീം അതോറിറ്റി അല്ലേ. പവറും ഏറ്റവും വലിയ സുപ്രീം അതോറിറ്റിയും ജനങ്ങൾക്ക് കൊടുത്തു അല്ലേ. എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാരുടെ കയ്യിലിരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർ ഭരിക്കും, ബാക്കിയുള്ളവരങ്ങ് നിൽക്കും, അങ്ങനെയല്ല. അത് ആ ഒരു സിസ്റ്റം എല്ലാം മാറ്റിയിട്ട് ജനങ്ങൾക്ക് കൊടുത്തു അല്ലേ, പവറും അല്ലേ, എല്ലാ അധികാരവും ജനങ്ങൾക്ക് കൊടുത്തു. അതാണ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ഏതാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ആദ്യമായിട്ടുള്ള ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. ഈ പറഞ്ഞ പോലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദാറ്റ് ഈസ് തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അല്ലേ, കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. വാട്ട് ഈസ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റിൻ്റെ പവർ അതോറിറ്റി പറഞ്ഞ പോലെ സെൻട്രലിനും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റിനും സെൻട്രലും ഓരോ സ്ഥലങ്ങൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പവർ. ദാറ്റ് ഈസ് കാൾഡ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അതും അവരെന്ത് ചെയ്തു? ആ ഒരു കൺസെപ്റ്റും കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. സോ ഇൻട്രോ എഴുതുക, നമ്മളെ കാര്യങ്ങളെല്ലാം പറയുക, മെർക്കൻറ്റലിസം പറയുക, മെർക്കൻറ്റലിസ്റ്റ് ലോ പറയുക, പിന്നെ നമ്മുടെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലീസിനെ പറ്റി പറയുക, ഫസ്റ്റും സെക്കൻഡും മെൻഷൻ ചെയ്ത് ഓക്കെ. നമ്മുടെ തോമസ് പെയിൻ്റെ കോമൺ സെൻസ് ഒക്കെ ഒന്ന് ചെയ്തിരിക്കുക. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, വാഷിങ്ടൺ അല്ലേ, ഈ പറഞ്ഞ പോലെ ജോർജ് വാഷിങ്ടൺ, അതെല്ലാം മെൻഷൻ ചെയ്ത് പോവുക, ഇൻഫ്ലുവൻസ് പറയും. സോ ഇത്രയേ ഉള്ളൂ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. ഇതുപോലെ എല്ലാ റവല്യൂഷൻസും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എക്സലൻ്റ് അക്കാഡമിക്സിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ SSLCയുടെ എല്ലാ സബ്ജക്ട്സും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക.